കോച്ച് രാഹുൽ ദ്രാവിഡ് രാജിവെച്ചെങ്കിലും രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു സാംസൺ തുടർന്നേക്കില്ല എന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ എത്തുന്നത്. മറ്റൊരു ടീമിലേക്ക് മാറാനുള്ള തീരുമാനത്തിൽ സഞ്ജു ഉറച്ചു നിൽക്കുകയാണെന്നാണ് ടീം മാനേജ്മെന്റ് നൽകുന്ന സൂചന. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാനൊരുങ്ങുന്നെന്നുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ അപ്രതീക്ഷിത രാജി കഴിഞ്ഞ ദിവസം വന്നത്. കഴിഞ്ഞ സീസണിൽ പരിശീലകനായി എത്തിയ ദ്രാവിഡിന് കീഴിൽ രാജസ്ഥാൻ മോശം പ്രകടനങ്ങളായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. 14-ൽ 10-ലും ലീഗ് ഘട്ടത്തിൽ തോറ്റ രാജസ്ഥാൻ 9-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. പിന്നാലെയാണ് ക്യാപ്റ്റൻ സഞ്ജു സാംസണും കോച്ച് രാഹുൽ ദ്രാവിഡും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ തമ്മിലുള്ള റിപ്പോർട്ടുകൾ വന്നത്. ഇത് ശരിവെക്കും വിധമുള്ള പല തീരുമാനങ്ങളും സംഭവങ്ങളും രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിൽ കണ്ടിരുന്നു. ജോസ് ബട്ട്ലർ ഉൾപ്പെടെയുള്ള താരങ്ങളെ കൈവിട്ടതിലും താരലേലത്തിൽ ടീം മാനേജ്മെന്റിന്റെ നിലപാടുകളിലും ക്യാപ്റ്റന് അതൃപ്തിയുണ്ടായിരുന്നു. സീസൺ അവസാനിച്ചതോടുകൂടി ടീം വിടുകയാണെന്ന് സഞ്ജു രാജസ്ഥാനെ അറിയിച്ചുവെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമുകൾ സഞ്ജുവിനായി രംഗത്തെത്തിയെന്നുള്ള റിപ്പോർട്ടുകളും നേരത്തെ തന്നെ സജീവമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം കോച്ചിംഗ് സ്ഥാനം രാഹുൽ ദ്രാവിഡ് ഒഴിഞ്ഞത്. എന്നാൽ കോച്ചിന്റെ രാജിയിൽ സഞ്ജുവിന് പങ്കില്ല എന്നും ടീം വിടാനുള്ള തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നുമാണ് രാജസ്ഥാൻ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിൽ ഇൻസൈഡ് സ്പോർട്സ് ഇന്ന് ഏറ്റവും വിശദമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ IPL മെഗാലയത്തിന് മുൻപ് ജോസ് ബട്ട്ലറെ നിലനിർത്താതിരുന്ന തീരുമാനം രാജസ്ഥാന് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കിയിരുന്നു. ബട്ട്ലർക്ക് പകരം നിലനിർത്തിയ വിൻഡീസ് താരം ഷിംറോൺ ഹെറ്റ്മെയർ നിരാശപ്പെടുത്തുകയും വൻതുക കൊടുത്ത് നിലനിർത്തിയ റിയാൻ പരാഗും ധ്രുവ് ജുറലും തിളങ്ങാതിരുന്നതും സഞ്ജു സാംസൺ പരിക്കേറ്റ പല മത്സരങ്ങളും നഷ്ടമായതും രാജസ്ഥാന്റെ മുന്നേറ്റത്തെ ബാധിച്ചിരുന്നു. എന്നാൽ കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ രാജിക്ക് പിൻപിൽ സഞ്ജുവിന്റെ ഇടപെടൽ ഇല്ല എന്ന് തന്നെയാണ് ഇന്ന് ടീം മാനേജ്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.